ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ നീറ്റു ഫ്രഷായി. എമിക്കുട്ടി ഇതാ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. എമിക്കുട്ടി ഒരു 9 മണിക്കൊക്കെ എണീക്കുകയുള്ളൂ. 10 മണിക്ക് ആൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവനെ എണീപ്പിക്കുകയുള്ളൂ. അതിനിതാ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ നീക്കുമ്പോഴത്തേനും മോൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോഴത്തേനും വേഗം പോയിട്ടൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ ഉമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഉമ്മ ഉച്ചക്കലത്തേക്ക് ലഞ്ചിനായിട്ടുള്ള ചിക്കനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ഇതാ ഉപ്പേരിയും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ പണികളൊക്കെ കുക്കിങ്ങൊക്കെ രാവിലെ തന്നെ കഴിയും. നേരത്തെ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഇതാ ഫുഡൊക്കെ ആകുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോയിട്ട് ചായ കുടിക്കുകയാണ്. അന്ന് ലാലു ഇവിടെ ഇല്ല കേട്ടോ. ആൾ റിയാദിൽ പോയിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഷാൾട്ടി ഇപ്പം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇതിനിടയിൽ എമ്മിക്കുട്ടി നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാലു ഇല്ലാത്തതിൻ്റെ ഒരു ക്ഷീണവും ഒക്കെ ഉണ്ട് ആൾക്ക്. പെട്ടെന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഫ്രഷ് ആവാമെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ കൊണ്ടുപോയിട്ട് ആളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ചായ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. കുടിക്കുന്നതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എമ്മിക്കുട്ടിക്ക് ചായ കൊടുത്ത് ഞാൻ വേഗം പോയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. 10 മണിക്ക് എമ്മിക്കുട്ടിക്ക് ക്ലാസ് തുടങ്ങും. അതിന് മുന്നേ ഏകദേശം എല്ലാ പണികളും കഴിക്കണം. ചില ദിവസം ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് നീറ്റ് വരിക. ഇന്നിപ്പോൾ എന്തോ നല്ല ഉഷാറായിട്ട് നീറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നത് വരെ കരച്ചിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ചായ ഒന്നും ആൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം കഞ്ഞെടുത്തിട്ട് കൊടുക്കുകയാണ്. രാവിലത്തെ എമ്മിക്കുട്ടിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞി തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആളങ്ങനെ കഴിക്കൂല. പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഞ്ഞി കൊടുത്തിട്ട് ഇരുത്തുകയാണ് ചെയ്യുക. അങ്ങനെ ദാ എമ്മിക്കുട്ടി ഒരു 9:45 ആയപ്പോഴത്തേനും ക്ലാസ്സിന് വന്ന് ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. എന്നൊന്നും ഈ ഒരു പതിവില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആൾക്ക് നല്ല മൂഡാവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ നേരം പോവും. എമ്മിക്കുട്ടിക്ക് 3/4 മണിക്കൂർ ക്ലാസ് ഉണ്ടാകും. ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷനാണ് കേട്ടോ എമ്മിക്കുട്ടി പഠിക്കുന്നത്. അതിന് ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്ക് ഇപ്പോൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് ടൈമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മൂവി എന്തെങ്കിലും കാണാൻ കുറേ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും എമ്മിമോനും കൂടെ ഇരുന്നിട്ട് പഴയൊരു മൂവി കണ്ടു. നല്ല രസമുണ്ട ഒരു മൂവിയായിരുന്നു. അങ്ങനെ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള ബാസ്കറ്റ് റോബിൻസ് ഉണ്ടായിരുന്നു. അതും കഴിച്ചിട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ എമ്മിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. ചിക്കൻ കറിയും ചോറുമാണ് എടുത്തിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ ചോറ് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്കും കഞ്ഞി തന്നെയാണ് കുടിക്കാറുള്ളത്. അങ്ങനെ എമ്മിക്കുട്ടി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ആൾക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. അങ്ങനെ എമ്മിമോന് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മയും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ വരാൻ ലേറ്റാവുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ചൊക്കെ. അങ്ങനെ എമ്മിക്കുട്ടി അതിനിടയിൽ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പോപ്കോൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളത് കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ ഞാനും ഉമ്മയും കൂടി ഇരുന്നിട്ട് ചോറ് കഴിക്കുകയാണ്. ചേന കറി വെച്ചതും അതുപോലെ ചിക്കനും പയറുപ്പേരിയും വെണ്ടക്കുപ്പേരിയും ഒക്കെ ആയിട്ട് അടിപൊളി ലഞ്ച് തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ലുലുന്ന് നല്ല മുളക് ഉപ്പിലിട്ടതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ അന്നത്തേത്. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളെന്നും ഇപ്പോൾ വന്നിട്ട് തന്നെയാണ് ചോറ് കഴിക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ വരാനായിട്ട് ഒരുപാട് ലേറ്റാണെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഞങ്ങളൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ ഈവനിങ്ങിൽ ഒന്ന് പുറത്തിറങ്ങാറുണ്ട്. എന്നും ഈവനിങ്ങിൽ വാക്കിങ്ങിനായിട്ട് പോവാറുണ്ട്. അതിനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പാൻ്റെ കൂടെയാണ് പോവാറുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എമ്മിക്കുട്ടി വീഡിയോ എടുക്കണത് കണ്ടിട്ട് അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടി കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ എമ്മിക്കുട്ടിക്ക് കുറച്ചൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ പാർക്കിൽ പോകണ നേരത്ത് ആൾ ഉറങ്ങാറുണ്ട്. ഇന്ന് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ എന്നും നടക്കാനായിട്ട് വരുന്ന ഈ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നടക്കാനായിട്ട്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്ക്. നമുക്ക് ഏകദേശം ഇതൊരു റൗണ്ട് ചുറ്റി വരുമ്പോഴത്തേനും 20 മിനിറ്റൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാൻ എന്നും വരാറുണ്ട് കേട്ടോ. ഏകദേശം എല്ലാ ദിവസവും വരാറുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു സമയത്തൊക്കെ എപ്പോഴും ഇതിന്മേൽ കുട്ടികൾ തന്നെ ആയിരിക്കും. അമ്മ എമ്മിക്കുട്ടി വന്ന പാടത്തന്നെ കയറി ആടുന്നുണ്ട്.
ഭയങ്കര രസമാണ് കേട്ടോ അവിടെ നിൽക്കാൻ. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും നമുക്കിങ്ങനെ വന്നിരിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ല ഉഷാറായിട്ടുള്ളൊരു പാർക്കാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒന്നെങ്കിലോ ഇപ്പാൻ്റെ പണി കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ ആലു പണി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അവരെ കൂടെ പോവാറാണ് പതിവ്. ഏകദേശം നമ്മളെ റൂമിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ ഈ ഒരു പാർക്കിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു മഗ്‌രിബിൻ്റെ ടൈം ആവണ വരെ ഒരുപാട് ആൾക്കാരുണ്ടാകും. മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്താൽ പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പോയി നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ നമ്മളെപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ എമ്മിക്കുട്ടിക്ക് ഇതിലൊക്കെ കയറി മറിഞ്ഞ് ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഇപ്പാനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇനി ഷാലുട്ടീനെ കൂടെ പിക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പാനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ വന്നു. ഇനി ഞങ്ങൾ നേരെ ഷാലുട്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര റഷാണ് കേട്ടോ റോഡ്. അപ്പോൾ അത്യാവശ്യം ചുറ്റി കറങ്ങിയിട്ട് വേണം ഷാലുട്ടീൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഓന് കുറച്ച് ലോങ്ങാണ്. നമ്മളെ റൂമിൽ നിന്നും ഒക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ കുറച്ച് ലോങ്ങാണ് ഓൻ്റെ ഓഫീസുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഓൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഓനെടുത്തിട്ട് വേണം നേരെ വീട്ടിൽ പോകാൻ. അപ്പോൾ ഇത് നമ്മളുടെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അലംബ്രയിലുള്ള ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി റൂമിൽ കയറാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ബഗാലയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോൾ റൂമിൽ കയറേണ്ട, അതും കൂടെ വാങ്ങിയതിൻ്റെ ശേഷം റൂമിൽ കയറാമെന്ന് വിചാരിച്ചു. റൂമിൻ്റെ ഓപ്പോസിറ്റിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ കിട്ടാത്തതുണ്ടെങ്കിൽ ബഗാലയിൽ നിന്ന് മേടിക്കാമെന്നുള്ള പ്ലാനോട് കൂടി നമ്മളിത് ആ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. കുറച്ച് വെജിറ്റബിൾസും പാലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് വെജിറ്റബിളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ടൊക്കെ വാങ്ങാനായിട്ട് പറ്റും. നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, നേരെ ഓപ്പോസിറ്റിലാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിൽ പോട്ടെ. ഒരുപാട് നടന്നതുകൊണ്ടൊക്കെ നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നേരെ റൂമിൽ പോവുകയാണ്. അപ്പോൾ ഷാലുട്ടിയും മിമ്മോനും കൂടെ ബഗാലയിൽ പോയിട്ടുണ്ടായിരുന്നു. 1-2 സാധനങ്ങളുടെ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും മൂവി എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. വന്നിട്ട് തന്നെ എമ്മിമോനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എമ്മിക്കുട്ടിക്ക് ഫുഡ് കൊടുത്ത് ഉറക്കം വരുമ്പോൾ ഉറക്കിയാൽ മതി. അങ്ങനെ ഇതാ ഞങ്ങൾ നൈറ്റിലത്തെ ഫുഡ് കഴിക്കുകയാണ്. നമുക്ക് ഇന്നുണ്ടായിരുന്നത് പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വന്ന് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഉമ്മയും ഷാലുട്ടിയും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു ഡേ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ അതിനിടയിൽ വരുന്നൊരു കമൻറ്റാണ് നിസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഞാനിത് പറയാനായിട്ടുള്ള കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അത് നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ളൊരു കരാറാണ്. അപ്പോൾ അതിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിടാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിത് അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.